ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം കുറച്ച് നാൾ വീഡിയോ ഒന്നും ഇട്ടില്ലായിരുന്നു. വേറൊന്നും അല്ല, എനിക്കൊരു ചെറിയ ആക്സിഡൻ്റ് ഒക്കെ പറ്റിയായിരുന്നു. അങ്ങനെ കുറച്ചാൾ കിടപ്പിലൊക്കെ ആയിരുന്നു. ഇപ്പോൾ എന്താണ്ട് മുഖത്തൊക്കെ കാണാൻ പാടുണ്ട്, സ്റ്റിച്ച് മാർക്കിൻ്റെയൊക്കെ പാടുണ്ട്. ഇവിടെ താടിയിലുമൊക്കെ പൊട്ടിയിട്ടുണ്ട്. അപ്പം വണ്ടി ഓടിക്കുന്നവരൊക്കെ മാക്സിമം ശ്രദ്ധിക്കുക, അധികം സ്പീഡിലൊന്നും പോകാതിരിക്കുക. ഞാൻ സ്പീഡിലൊന്നും അല്ലായിരുന്നു, എന്നാലും ഓപ്പോസിറ്റ് വന്ന വണ്ടിയുടെ അശ്രദ്ധ മൂലം പറ്റിയതാണ്. അപ്പോൾ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, എന്തായാലും മാർക്കൊക്കെ പോകാൻ കുറച്ച് നാളെടുക്കും, കുഴപ്പമില്ല. അപ്പം പറഞ്ഞു തന്നതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ നമ്മളൊരു ചെറിയ ട്രിപ്പ് പോകുന്നുണ്ട്, ഒരു ഒഫീഷ്യൽ കാര്യമുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് കറങ്ങാനും ഒക്കെ പോകുന്നുണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കാണാം. അതിന് മുമ്പേ ഇപ്പം നേരെ നമുക്ക് കൊല്ലത്തോട്ട് പോകാം. ഗൈസ്, ആദ്യം തന്നെ ഞാൻ വലിയൊരു സോറി പറയാം. എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ വ്ലോഗിൽ പറഞ്ഞായിരുന്നു നമ്മൾ കൊല്ലത്തോട്ട് പോവാം, കൊല്ലത്ത് പോയിട്ട് അവിടെ കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഒന്നും നടന്നില്ല. ഞങ്ങൾ കൊല്ലത്തോട്ട് ഇന്നവരെയും കൊല്ലത്ത് നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നടന്നില്ല. അപ്പോഴത്തേക്കും അവിടെ ഒരു ഷോപ്പിൽ പോയിട്ടൊരു ചെറിയ സാധനം എടുക്കാനായിരുന്നു. നമ്മളെന്തായാലും ഇപ്പോൾ ഡൽഹിക്ക് പോയില്ലേ, അപ്പോൾ ഡൽഹി പോയിട്ട് തിരിച്ച് വരുമ്പോൾ നമുക്ക് എന്തായാലും അത് എടുക്കാം. അതിന് എന്നിട്ട് അതിനൊരു വീഡിയോ എല്ലാം ചെയ്യാം. എന്തായാലും ഇപ്പോൾ പറയുന്നില്ല, ഒരു സർപ്രൈസ് ആയിട്ടിരിക്കട്ടെ. അപ്പോൾ ഞങ്ങൾ നേരെ കൊല്ലത്ത് വന്ന് ട്രെയിനൊക്കെ ജസ്റ്റിനാണ് കിട്ടിയത്. ഓടി വന്ന് എങ്ങനെയോ പിടിച്ച് കയറി ട്രെയിനിൽ കയറി നേരെ ആലുവയിൽ നിന്ന് ഇപ്പം നേരെ കൊച്ചി എയർപോർട്ടിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. നമ്മൾ ഡൽഹിക്ക് നിന്ന് ഫ്ലൈറ്റിലാണ് പോകുന്നത്. രാത്രി 1 മണിക്കാണ് ഫ്ലൈറ്റ്. ഇപ്പോൾ ഏകദേശം 11 മണിയായിട്ടുണ്ട്. അപ്പം നമുക്കിനി എന്തായാലും ഡൽഹി കാഴ്ചകളൊക്കെ കാണാം. അതിന് മുമ്പേ നമ്മുടെ കൂടെ ഇതുവരെ എങ്ങും കണ്ടിട്ടില്ലാത്ത ഒരാളെ ഞാൻ പരിചയപ്പെടുത്തി തരാം. ആൾ എൻ്റെ കസിനാണ്. അപ്പം കാണിച്ചു തരാം. അപ്പം നമ്മുടെ വ്ലോഗിലൂടെ നമ്മൾ പുതിയതായിട്ട് പരിചയപ്പെടുത്തുന്നു മിസ്റ്റർ നായർ. ഒറിജിനൽ പേര് വേറെന്ന് പറഞ്ഞേര്. വിഘ്നേഷ്. അപ്പം ഇത് നായരുടെ ആദ്യത്തെ ഫ്ലൈറ്റാണ് കേട്ടോ. ഇതിനു മുമ്പേ ഫ്ലൈറ്റിൽ കയറിയിട്ടില്ല. അപ്പം എങ്ങനെയുണ്ട് ഫസ്റ്റ് ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അല്ല, ത്രില്ല്. ഒന്ന് പറയാൻ പറ്റിയായിരുന്നെങ്കിൽ. അറിയില്ല, കയറിയിട്ട് പറയാൻ വേണ്ടി. അന്ന് നമുക്ക് കയറി ഇറങ്ങുമ്പോൾ ചോദിക്കാം. പേടിയുണ്ടോ? പേടിയൊന്നുമില്ല. നായർ ഒരു മെക്കാനിക്കൽ എൻജിനീയറാണ് കേട്ടോ. അപ്പം അതിൻ്റെ അപ്പുറത്ത് ക്ഷണിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ അപ്പുറത്ത് കണ്ട് എൻ്റെ അനിയൻ ഇരിപ്പുണ്ട്, അച്ഛനുണ്ട്, അമ്മ താണ്ട് ഇപ്പുറത്ത് ഇരിപ്പുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി ബാക്കി കാഴ്ചകളൊക്കെ കാണാം. അപ്പം നമ്മൾ ഫ്ലൈറ്റിൽ കയറി. ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി, നമ്മൾ ഇൻഡിഗോയ്ക്കകത്താണ് പോകുന്നത്. ഇൻഡിഗോ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റാണ്. ഞാൻ ഇപ്പം ആദ്യമായിട്ട് ഇവിടുത്തെ ഡൊമസ്റ്റിക്കിൽ കയറുന്നത്. ഇൻഡിഗോ ഫ്ലൈറ്റിൽ ആദ്യമായിട്ടാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഫ്ലൈറ്റ്. അപ്പം ഇതിപ്പോൾ ടൈം ആണെങ്കിൽ 12:30 ആയി. 1 o'clock ടേക്ക് ഓഫ് പറഞ്ഞേക്കുന്നത്. 4 o'clock ആകുമ്പോഴത്തേക്കും ഡൽഹി എത്തും. ഒരു 3 hours ജേർണി ഉണ്ട്. നമുക്ക് എന്തായാലും ഡൽഹിയിലെ കാഴ്ചകളൊക്കെ അവിടെ പോയിട്ട് നോക്കാം. പിന്നെ മരുതാലൊക്കെ വെച്ചാണ് കയറി. ഫസ്റ്റ് ഇംപ്രഷൻ ഉണ്ട് ഫ്ലൈറ്റ് കണ്ടിട്ട്? ആദ്യത്തെ ഇംപ്രഷൻ എന്ന് പറഞ്ഞാൽ കൊള്ളാം, നല്ല തണുപ്പൊക്കെ ഉണ്ട്. ഫുൾ AC ആണോന്നാണ് പുള്ളി ആദ്യമേ കയറിയപ്പോൾ ചോദിച്ചത്. ഇതിനെക്കാട്ടി എല്ലാവരും ജനശതാബ്ദിയുടെ കോച്ചാണ്. ചോട്ട് നേരത്തെ എയർ ഏഷ്യ കയറിയിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെയുണ്ട് എയർ ഏഷ്യ വെച്ച് നോക്കുമ്പോൾ? എയർ ഏഷ്യനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതാണെങ്കിൽ കുറച്ചുകൂടി ലോ ക്ലാസ് ഫ്ലൈറ്റാണ്. ലോ ക്ലാസ് എന്നൊക്കെ പറയാമോ? എയർ ഏഷ്യയുടെ അത്രയും ഒരു സ്പേഷ്യസും എല്ലാ സീറ്റും അത്ര കംഫർട്ടില്ല. അത് ഇൻ്റർനാഷണൽ ആണ്, ഇത് ഡൊമസ്റ്റിക്. അതിൻ്റെ ഒരു വ്യത്യാസം ഉണ്ട്. എന്തായാലും കുഴപ്പമില്ലല്ലേ? കുഴപ്പമില്ല. 3 മണിക്കൂറല്ലേ ഉള്ളൂ, പെട്ടെന്ന്. അപ്പം നമുക്കിനി എന്തായാലും ഡൽഹി ചെന്നിട്ട് ബാക്കിയാണ്. നമ്മളങ്ങനെ ഡൽഹി എത്തി. ഫ്ലൈറ്റൊക്കെ ഓൺ ടൈം ആയിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഇത്തിരി ലേറ്റായി.
ഈ ഇവിടെ T3 ടെർമിനലിലാണ് ഇറങ്ങിയത്. T3 ടെർമിനലിൽ നിന്ന് മെട്രോ കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടി. ഫസ്റ്റ് ടൈമാണ് ഡൽഹിയിൽ, അതുകൊണ്ട് തന്നെ വലുതായിട്ട് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഞാൻ ഇതിന് മുമ്പേ ഡൽഹിയിൽ വന്നിട്ടുണ്ട്, പക്ഷെ അന്ന് കൈക്കുഞ്ഞായിരുന്നു. ഇപ്പം എന്തായാലും ഡൽഹിയൊക്കെ എക്സ്പ്ലോർ ചെയ്യണം. അതിന് മുമ്പേ ഇന്ന് നമ്മൾ നേരെ അമൃത്സറിലോട്ട് പോവാം, പഞ്ചാബ്. അപ്പം പഞ്ചാബിലെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം. നമ്മളപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഒരു മെട്രോ എടുക്കുക, നേരെ ന്യൂഡൽഹി പോവാം. ന്യൂഡൽഹിയിൽ നിന്നാണ് നമുക്ക് പഞ്ചാബിലോട്ടുള്ള ട്രെയിൻ ഉള്ളത്. അപ്പോൾ നമുക്ക് നേരെ ന്യൂഡൽഹിയിലോട്ട് പോകാം. നമ്മളിപ്പോൾ ഡൽഹിയിൽ റെയിൽവേ സ്റ്റേഷനിലുള്ളത്. അപ്പം ഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമൃത്സറിലോട്ടാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഷാനി പഞ്ചാബ് എന്ന് പറഞ്ഞിട്ടൊരു ട്രെയിൻ ഉണ്ട്. അപ്പോൾ 7.5 മണിക്കൂർ കൊണ്ട് പെട്ടെന്ന് എത്തുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് അതിനകത്ത് നേരെ അമൃത്സറിലോട്ട് പോവാം. ഞങ്ങളങ്ങനെ അമൃത്സർ എത്തി. അമൃത്സറിലാണെന്നുണ്ടെങ്കിൽ റെയിൽവേ സ്റ്റേഷനൊക്കെ ഒന്നും പറയണ്ട, അത്രയ്ക്ക് വൃത്തിയായിട്ട റെയിൽവേ സ്റ്റേഷൻ. ഞാൻ ഇതുവരെ ഇത്രയും വൃത്തിയായിട്ടൊരു സ്ഥലം കണ്ടിട്ടില്ല. ഫുള്ള് വഴിയെല്ലാം ട്രാഫിക് ബ്ലോക്ക്. ഒരു 1/2 കിലോമീറ്റർ ദൂരം വരാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറിൽ കൂടുതൽ, അരമണിക്കൂറൊന്നുമല്ല, 1 മണിക്കൂർ അടുപ്പിച്ചെടുത്ത്. അത്രയ്ക്ക് നല്ല ഒരു ഇത് ഫുള്ള് ബ്ലോക്കൊക്കെ ആക്കിയിട്ട് ഒരു ഇതില്ലാത്ത സ്ഥലം. പക്ഷേ ഞങ്ങളിവിടെ നേരത്തെ റൂമൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സൈനിക റെസ്റ്റ് ഹൗസിൽ നേരത്തെ റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ എത്തി. അപ്പോൾ അവിടെ എത്തി. ഇനിയിപ്പോൾ നമുക്ക് പോയി റൂമൊക്കെ ഒന്ന് നോക്കാം. റൂമൊക്കെ നോക്കിയിട്ട് ബാക്കി എന്താണെന്ന് വെച്ചാൽ അവിടെ പോയിട്ട് തീരുമാനിക്കാം. നമ്മളപ്പം ഇവിടെ സൈനിക റെസ്റ്റ് ഹൗസിലെത്തി. ഞാൻ കാണിച്ചു തരാം ഇവിടുത്തെ റൂം. അത്ര നല്ലതൊന്നുമല്ല. അപ്പം താണ്ടെ ഇതാണ് റൂം. നല്ല പഴയൊരു റൂമാണ്. കണ്ടില്ലേ, ഇവിടെ ഒരു ഡബിൾ ബെഡ് ഉണ്ട്, ഒരു ചെറിയ സോഫ. ബാത്റൂമൊന്നും അത്ര നീറ്റല്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ വേണ്ട ഇവിടെ ഒരു സാധനം ഇരിപ്പുണ്ട്. ഇതാരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇത് കണ്ടോ? ഇതാണ് ഇവിടുത്തെ AC. ഒരു 100-100 കൊല്ലെങ്കിലും പഴക്കം കാണാം. കണ്ടിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഓണായി നമ്മളപ്പം റൂമിലെത്തിയിട്ടാണെന്നുണ്ടെങ്കിൽ ഫുള്ളൊന്ന് ഫ്രഷൊക്കെ ആയി ഇറങ്ങി. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ നേരെ വാഗാ ബോർഡറിലോട്ട് പോകണം. ഇന്ത്യ പാകിസ്ഥാൻ്റെ ബോർഡറാണ്. അപ്പം ഞങ്ങളാരും ഇതുവരെ പോയിട്ടില്ല, ഒരു ബോർഡറിൽ ഇതുവരെ എത്തിയിട്ടില്ല. നമ്മൾ വേറെ രാജ്യത്തൊക്കെ പോയിട്ടുണ്ട്, പക്ഷേ ഒരു 2 കൺട്രീസ് തമ്മിലുള്ള ബോർഡറിൽ ആദ്യമായിട്ടാണ്. നമുക്ക് എന്തായാലും വാഗാ ബോർഡറിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം. ഞങ്ങളൊരു ഓട്ടോ പറഞ്ഞിട്ടുണ്ട്. നമ്മളന്നേരം ആ ഓട്ടോയ്ക്കകത്ത് നേരെ വാഗയിലോട്ട് പോകാം. നമ്മളങ്ങനെ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡർ പഞ്ചാബിലുള്ള വാഗ അത്താരി ബോർഡറിലെത്തി. ഇവിടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള റിട്രീറ്റ് പരേഡ് നടക്കുന്നത്. അപ്പം ഈ ഒരു സ്റ്റേഡിയത്തിലാണ് നമ്മൾ ഇരുന്ന് ഈ പരേഡ് കാണുന്നത്. 25,000 പേർക്ക് വരെ കപ്പാസിറ്റി ഉണ്ട് ഇതിനകത്ത്. इन सरहदों पर आने वाली हर एक चुनौती का सामना BSF के जवानों ने अत्यंत वीरतापूर्वक किया है. हमने അപ്പോൾ ഇവിടാണ് റിട്രീറ്റ് പരേഡ് നടക്കുന്നത്. ആ ഗേറ്റിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും അതേപോലെ ഫ്ലാഗ് ഡൗണുമാണ് ഇതിനകത്ത് മെയിനായിട്ടുള്ളത്.
അപ്പം ഇതിനു മുമ്പേ ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൻ്റെ ഒരു പരേഡൊക്കെ ഉണ്ട്. നമ്മൾ ആ ഗേറ്റിൻ്റെ അപ്പുറത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ പാകിസ്ഥാനാണ്. അവിടുത്തെ ഗാലറി മൊത്തം പാകിസ്ഥാനിൽ നിന്നുള്ള ആൾക്കാരാണ്. ഇപ്പുറത്തെ സൈഡിൽ നമ്മൾ ഇന്ത്യക്കാരും. അപ്പം ഇഷ്ടംപോലെ ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും പരേഡിൻ്റെ കാഴ്ചകളൊക്കെ കാണാം.
അപ്പോൾ പരേഡൊക്കെ കഴിഞ്ഞ് റിട്രീറ്റ് പരേഡായിരുന്നു. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി, ഒരു രക്ഷയില്ല. നമുക്കൊക്കെ രോമാഞ്ചം വരും, അമ്മാതിരി ഒരു സിറ്റുവേഷനാണ്. എല്ലാവരും വന്ന് കണ്ടിരിക്കേണ്ട തന്നെ ഒരു സംഭവം തന്നെ ഇതെന്ന് പറയുന്നത്. ആദ്യമേ ആണെന്നുണ്ടെങ്കിൽ അവിടുന്ന് ആണെന്നുണ്ടെങ്കിൽ അവരൊരു പരേഡ് തുടങ്ങിയിട്ട് ആദ്യമേ 2 പേര് ചെന്നിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു മാർച്ച് പാസ്റ്റ് പോലെ ചെയ്തിട്ട് അവിടുന്ന് വെച്ച് തുടങ്ങിയിട്ട് പിന്നെ അങ്ങോട്ടാണെങ്കിൽ നമുക്ക് അതിനകത്ത് കണ്ണെടുക്കാൻ തോന്നത്തില്ല, അത്രയ്ക്ക് അതിമനോഹരമായിട്ടാണ് അതെല്ലാം വരുന്നത്. കണ്ടിരിക്കാൻ തന്നെ ഒരു സാധനമാണ്, അത്രയ്ക്ക് അടിപൊളി, ഒരു രക്ഷയില്ല. അപ്പം ഇവിടുത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പം ഞങ്ങളാണെന്നുണ്ടെങ്കിൽ നേരെ ഗോൾഡൻ ടെമ്പിളിലോട്ട് പറ്റുമെങ്കിൽ പോകണം. അവിടുത്തെ നൈറ്റ് വ്യൂ എന്ന് പറയുന്ന നല്ല രസമാണെന്ന് കേട്ടത്. അപ്പം പറ്റുമെന്നുണ്ടെങ്കിൽ ഗോൾഡൻ ടെമ്പിളിലോട്ട് പോകണം. അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.